ഫിലിപ്പീൻസ് 7000-ലധികം വിചിത്രമായ ദ്വീപുകളാൽ സമ്പന്നമാണ്. ഇവിടെ എല്ലാമുണ്ട്. പൗഡർ പോലെ വെളുത്ത കടൽ തീരങ്ങൾ, അത്ഭുതകരമായ ഉഷ്ണമേഖലാ വനങ്ങളും ദേശീയോദ്യാനങ്ങളും, യുനെസ്കോ ലോക പൈതൃക സാംസ്കാരിക സൈറ്റുകളും, കൂടാതെ രുചികരമായ പഴങ്ങളും എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ബജറ്റുകൾക്കും അനുയോജ്യമായ വിനോദവും. എന്നാൽ ഫിലിപ്പീൻസുകാർക്ക് പോലും അറിയാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. അവർക്ക് ഒറ്റപ്പെട്ട ഒരു ഗോത്രമുണ്ടായിരുന്നു. 1978 വരെ അതിന്റെ അസ്തിത്വം ആരും സംശയിച്ചിരുന്നില്ല. എങ്ങനെ? യഥാർത്ഥത്തിൽ ആരും അറിയില്ലായിരുന്നു. ഇന്നും ഫിലിപ്പീൻസ് ഏകദേശം 100ഓളം വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ വസതിയാണ്. വിസായൻസ്, ടാഗ്ലോഗ്സ്, ഇലോകാനോസ് എന്നിവയും മറ്റും. 1970കളുടെ അവസാനം അധികാരികൾ ഗോത്രങ്ങളുടെ കണക്കെടുക്കാൻ തീരുമാനിച്ചു. അതിന്റെ ചുമതല അന്ന് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് സ്ഥാപിച്ച ഫൗണ്ടേഷൻ ഫോർ സ്മോൾ പീപ്പിൾസിന് നൽകി. പാലവാൻ ദ്വീപിൽ ഒരു നാട്ടുകാരനായ വേട്ടക്കാരൻ ഒരു രഹസ്യ ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞു. അവരൊരു അണഞ്ഞ അഗ്നിപർവ്വതത്തിന്റെ ക്രേറ്ററിൽ ജീവിക്കുന്നുവെന്നു. എന്നാൽ പാലവാനിൽ ഒരിക്കലും അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും അവർ ഈ രഹസ്യ ആളുകളെ കണ്ടെത്താൻ പോയി. അവരെ കണ്ടെത്തി. ടൗട്ട്ബോട്ടോ ഗോത്രം. അവരൊരു ക്രേറ്ററിലോ അഗ്നിപർവ്വതത്തിലോ താമസിച്ചിരുന്നില്ല, പക്ഷേ ചുണ്ണാമ്പുകല്ല് ഗുഹകളിലായിരുന്നു. അങ്ങനെ അഗ്നിപർവ്വതം എവിടെ നിന്നാണ് വന്നത്? വിവർത്തന പിശക്. വേട്ടക്കാരൻ ക്രേറ്റർ എന്ന് വിളിച്ചതാണ് കാടുകളും പർവ്വതങ്ങളും ചുറ്റിപ്പറ്റിയ ഒരു വലിയ താഴ്വര. ആ ഗോത്രത്തിൽ 86 പേർ ഉണ്ടായിരുന്നു. അവർ ലോകത്തോട് ബന്ധമില്ലാതെ ജീവിച്ചിരുന്നു. പ്രശസ്ത മനുഷ്യശാസ്ത്രജ്ഞരും പത്രപ്രവർത്തകരും ഫിലിപ്പീൻസ് പ്രസിഡന്റിനോട് ഈ ഗോത്രത്തെ കാണാൻ അപേക്ഷിച്ചു. എന്നാൽ അധികാരികൾ അതിന് വേഗം കാണിച്ചില്ല. കാരണം ഈ ആളുകൾ നൂറ്റാണ്ടുകളായി പുറം ലോകവുമായി ബന്ധമില്ലാതെ ജീവിച്ചിരുന്നു. ക്വാറന്റൈൻ നടപടികൾ ആലോചിക്കുമ്പോൾ ഫിലിപ്പീൻസിൽ ഒരു വിപ്ലവം നടന്നു. അപ്പോൾ ഫൗണ്ടേഷൻ ഫോർ സ്മോൾ പീപ്പിൾസിനെ കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ പുറത്തുവന്നു. ഗവേഷകർ കരുതിയത്ര ഗോത്രങ്ങൾ ഫിലിപ്പീൻസിൽ ഇല്ലായിരുന്നു. ഉദാഹരണത്തിന് തസദേ ഗോത്രം എന്നത് യഥാർത്ഥത്തിൽ ഒരു ഗോത്രമല്ലായിരുന്നു. വിദേശ നിക്ഷേപകർ അതിലേക്ക് കോടികൾ ചെലവഴിച്ചിരുന്നു. മാർക്കോസ് കുടുംബം അധികാരത്തിൽ നിന്ന് പുറത്തായപ്പോൾ തസഡെ ഒരു വ്യാജ സൃഷ്ടിയാണെന്ന് തെളിഞ്ഞു. അതിലൂടെ ഏകദേശം $35 മില്യൺ തട്ടിയെടുത്തു. ഇത് വളരെ നന്നായി ക്രമീകരിച്ച നാടകമായിരുന്നു. സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് മൃഗതോലുകൾ ധരിപ്പിച്ചു. എല്ലാവരും ടാഫ്റ്റ് ബാറ്റോയും വ്യാജമാണെന്ന് കരുതി. എന്നാൽ ഫോട്ടോഗ്രാഫർ പിയർ ഡി വാലാംബ്രസ് അവരെ കാണാൻ കാട്ടിലേക്ക് പോയി. അവർ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു, ഭക്ഷണം നൽകി, അവരുടെ വസ്തുക്കൾ കാണിച്ചു, വ്യാപാരം നിർദ്ദേശിച്ചു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ അവർ കുറച്ച് സാമൂഹികമായി മാറിയിരുന്നു. കാട്ടിൽ അവർ ലെങ്കോട്ടുകൾക്ക് പകരം ടീഷർട്ടുകൾ ധരിച്ചു, ലൈറ്റർ ഉപയോഗിച്ച് തീ കത്തിച്ചു. പക്ഷേ അവരുടെ ജീവിത രീതി മാറ്റമായിരുന്നില്ല. അവർ പ്രകൃതിയോട് ഒത്തുചേർന്ന് ജീവിക്കുന്നു. അവർ ആവശ്യത്തിനും അപ്പുറം ഒന്നും പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നില്ല. അവർ തമ്മിൽ ഒരിക്കലും വഴക്കിടുന്നില്ല. ദുഃഖവും കോപവും ആത്മാക്കളെ പ്രകോപിപ്പിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് പലരും അവരുടെ ജീവിത രീതി ഉപേക്ഷിച്ചിട്ടില്ല. അവരുടെ പ്രദേശം സംരക്ഷിതമായിരുന്നെങ്കിലും സമീപ കാടുകൾ വെട്ടി നശിപ്പിച്ചു. അതിനാൽ ടാഫ് ബാറ്റോ ജനങ്ങൾ ഇപ്പോൾ കൂടുതൽ പുറം ലോകത്തേക്ക് വ്യാപാരത്തിനായി പോകുന്നു. 1980കളിൽ അവർ പന്നിയുടെ പല്ലുകൾ കൊണ്ട് ചെയ്ത ആഭരണങ്ങളും ഔഷധ സസ്യങ്ങളും കൊണ്ടുവന്നു. പകരം കത്തികൾ, ലൈറ്ററുകൾ, മാവ് എന്നിവ വാങ്ങി. ഇപ്പോൾ അവർ സാധാരണ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ജനുവരി അവസാനം ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തി. അവരുടെ പ്രദേശത്തിന് സമീപം ഗ്യാസ് കണ്ടെത്തി. അവിടെ ഒരു പ്ലാന്റ് നിർമ്മിക്കാൻ പോകുന്നു. ഈ ഗോത്രത്തിന്റെ ഭാവിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അവർക്ക് എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് അവർക്കറിയില്ല. കാരണം അവർക്ക് ടെലിവിഷൻ പോലുമില്ല.